നവകേരള യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ മുഖ്യൻ പറഞ്ഞു നിർമ്മിച്ച 1,05,00,000 രൂപയുടെ ആഡംബര ബസ് ഗതി പിടിക്കാത്തതിന്റെ കാരണം ആ പറക്കും ശൗചാലയം. ഈ ബസ്സിലെ ശൗചാലയം ഒരു ശകുനപ്പിഴ ആയതുകൊണ്ട് തന്നെ ആഡംബര കക്കൂസ് പൊളിച്ചു മാറ്റിയാൽ മാത്രമേ ഇനി ഈ ആഡംബര ബസ്സിന് ഓട്ടം കിട്ടുകയുള്ളൂ എന്നാണ് കബഡി നിരത്തിയപ്പോൾ തെളിഞ്ഞത്. ഇതോടെ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കട്ടപ്പുറത്തായ നവകേരള ബസ്സിനെ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് മാറ്റിയെന്ന രഹസ്യ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലായിരുന്ന ബസ് അറ്റകുറ്റപ്പണികളുടെ പേരിൽ അതീവ രഹസ്യമായി തന്നെ നാട് കടത്തിയെന്നാണ് വിവരങ്ങൾ. ഈ ബസ് നിർമ്മിച്ച പ്രകാശ് കോച്ച് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ് ബസ് മാറ്റിയത്. ബസ്സിലെ ശൗചാലയം പൊളിച്ചു മാറ്റി സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് നീക്കം. ഇക്കഴിഞ്ഞ ഒരു മാസമായി അറ്റകുറ്റപ്പണി എന്ന പേരിൽ ബസ് കോഴിക്കോട് പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. നവകേരള യാത്രയ്ക്ക് പിന്നാലെ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ബസ് സർവീസ് നടത്തുകയും ചെയ്തു. ഇതിൽ 26 പുഷ് ബാക്ക് സീറ്റുകളോട് കൂടിയ AC ബസ്സിൽ 1,171 രൂപയാണ് നിരക്ക്. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ശുചിമുറി, ടെലിവിഷൻ, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പുലർച്ചെ 4 മണിയോടെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ ബാംഗ്ലൂരിലെത്തി ഉച്ചയ്ക്ക് 2:30 കോഴിക്കോട്ടേക്ക് തിരിക്കുന്ന രീതിയിലാണ് സർവീസൊക്കെ തന്നെ ക്രമീകരിച്ചത്. സമയക്രമവും ഉയർന്ന നിരക്കുമൊക്കെ യാത്രക്കാർക്ക് പിന്നീട് തലവേദനയായി. തുടർന്ന് യാത്രക്കാരില്ലാത്തതിന്റെ പേരിൽ സർവീസ് അടക്കം മുടങ്ങുകയും ചെയ്തു. യാത്രക്കാരില്ലെങ്കിലും ബസ് യഥാസമയം സർവീസ് നടത്തണമെന്ന് അധികൃതർ നിലപാടെടുത്തതോടെ വീണ്ടും ബസ് ഓടിത്തുടങ്ങുകയായിരുന്നു. ഇതിനിടയിൽ ബാത്റൂം ടാങ്കിൽ നിന്ന് ചോർച്ച വന്നു. ഇത് പരിഹരിക്കാൻ ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റുകയായിരുന്നു. ഇതോടെ കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ ആകെ പൊടി പിടിച്ച് കട്ടപ്പുറത്തായ അവസ്ഥയിലാണ് ഈ ആഡംബര ബസിന്റെ ഗതി വന്നത്. ഈ ശാപമോക്ഷം മാറ്റാൻ വേണ്ടി നവകേരള ബസിന്റെ ശൗചാലയം ആകെ പൊളിച്ചു മാറ്റി അവിടെ വീണ്ടും സീറ്റ് പണിത ബസ് വീണ്ടും പൂർവാധികം ശക്തിയോടെ ബസ് സർവീസ് നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിസംഘം സഞ്ചരിച്ച ഈ ബസ് ഇക്കഴിഞ്ഞ മെയ് 5 തൊട്ടാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് തുടങ്ങിയത്. സർവീസ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ കയറാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സ്ഥിതി മാറുകയായിരുന്നു. യാത്രക്കാർ ഈ സർവീസിനോട് മുഖം തിരിച്ച മട്ടായിരുന്നു. പിന്നീട് നവകേരള യാത്രയ്ക്ക് ലക്ഷങ്ങൾ പൊടിച്ച് നിരത്തിലിറക്കിയ ബസ്സാകട്ടെ നവകേരള യാത്രാ സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് സർവീസ് ആരംഭിച്ചത്. അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനൊരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റാക്കി. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിന് വേണ്ടി പങ്കെടുക്കാനായിരുന്നു ഇത്തരത്തിലൊരു ആഡംബര ബസ് പോലും കേരളത്തിൽ നിരത്തിലിറക്കിയത്. ഇതിന് പിന്നാലെയാണ് KSRTC കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് തുടങ്ങാനായിട്ട് ഈ ബസ് എടുക്കുന്നതും. എന്നാൽ ഈ ബസ്സിൽ സഞ്ചരിക്കാൻ ആളില്ല എന്ന് കണ്ടതിന് പിന്നാലെയാണ് ബസ് കട്ടപ്പുറത്തേക്ക് മാറ്റിയതും. ബസ് സർവീസ് നടത്താനാകാതെ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പ്രശ്നം തന്നെയായിട്ട് ഇത് മാറുകയായിരുന്നു. പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയും ചെയ്തു. അതായത് എയർ കണ്ടീഷൻ ചെയ്ത ഈ ബസ്സിൽ 26 പുഷ് ബാക്ക് സീറ്റുണ്ട്. സെസ് അടക്കം 1,171 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതിൽ ശുചിമുറി, ഹൈഡ്രോളിക് ലിഫ്റ്റ്, വാഷ് ബേസിൻ, ടെലിവിഷൻ, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ സൗകര്യങ്ങൾക്ക് പുറമെ ലഗേജ് അടക്കം സൂക്ഷിക്കാനുള്ള ഇടമുണ്ട്. നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ ഒന്നും ഒരു മാറ്റം വരുത്താതെ തന്നെ ബസ് സർവീസ് ആരംഭിക്കുകയായിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനൊരുക്കിയ സീറ്റൊക്കെ മാറ്റിയിട്ട് ഡബിൾ സീറ്റൊക്കെ പണിതു. എന്നിട്ടും യാത്രക്കാർ ഈ ബസ്സിലേക്ക് കയറിയിട്ടില്ല. ഇതിന് പിന്നാലെ ബസ് കട്ടപ്പുറത്താവുകയായിരുന്നു. ഇപ്പോൾ ഈ ബസ്സിലെ ശൗചാലയമാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് കണ്ട് ശൗചാലയം മാറ്റി പൊളിച്ചു പണിത് ബസ്സിൽ ഇപ്പോൾ സീറ്റ് നിർമ്മിച്ചുകൊണ്ട് ഈ ബസ് വീണ്ടും രംഗത്തിറക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്തവരെ, ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് അടക്കം ഈ ബസ്സിലുണ്ട്. ശുചിമുറിയും വാഷ് ബേസിനും TVയും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനങ്ങൾ അടക്കം ഈ ബസ്സിലുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശൗചാലയമാണ് ഇതിനെല്ലാത്തിനും ഒരു ശകുനപ്പുഴയെന്ന് കണ്ടാണ് ഇപ്പോൾ ശൗചാലയം പൊളിച്ചു മാറ്റി നവകേരള ബസ് വീണ്ടും അടിമുടി ഒന്ന് പണിത് രംഗത്തിറക്കാനായിട്ട് KSRTC ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.